ഹലോ എവ്രി വൺ. ഇന്ന് ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് നൂൽപുട്ട് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനിപ്പോൾ ഇതാ ഗോതമ്പ് മാവ് എടുത്തു, അതിൽ ഉപ്പും ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ബോയിലിംഗ് വാട്ടറാണ് ഈ മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അടച്ച് വയ്ക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് അങ്ങോട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അങ്ങോട്ട് അടച്ച് വയ്ക്കാം. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഇടിയപ്പം മേക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അങ്ങോട്ട് പിഴിഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ പിഴിയുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് ഒരിത് ഫില്ലാകുമ്പോൾ കട്ട് ചെയ്ത് അങ്ങനെ എല്ലാ 4 കുഴിയിലും അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എളുപ്പത്തിൽ പിഴിഞ്ഞ് കിട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ എന്ത് കഷ്ടപ്പെടും ഈ ഗോതമ്പ് മാവ് വെച്ച് ചെയ്യുമ്പോൾ. എനിക്ക് നല്ല എളുപ്പത്തിൽ ഗോതമ്പ് മാവ് വെച്ചിട്ടുള്ള എൻ്റെ നൂൽപുട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. അത് റെഡി ആയിട്ടുമുണ്ട്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഇടിയപ്പം മേക്കർ നല്ല യൂസ്ഫുള്ളാണ്. അന്ന് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കി നൂൽപുട്ട്, ഇപ്പോൾ ഗോതമ്പ് മാവ് കൊണ്ടും നൂൽപുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗോതമ്പിൻ്റെ നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട്. അതാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്.